ഹലോ, ഹായ്. പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ കറി തയ്യാറാക്കുകയാണ്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ സാധാ ചിക്കൻ കറി തന്നെ, അതിനോടൊപ്പം അല്പം തേങ്ങ കൂടി വറുത്തരച്ച് ചേർക്കുന്നു എന്നുള്ള പ്രത്യേകതയേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, തക്കാളി ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യത്തിന് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പതിവ് പോലെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളെ വീഡിയോ ആരംഭിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുന്ന നേരത്തിന് ചെറിയ ഉള്ളി ഇട്ടു. അപ്പോൾ ഇനി നമുക്കതിലേക്ക് സവാളയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒന്ന് വാടുന്നത് വരെ ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇറച്ചിക്കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ അമ്മയാണിങ്ങനെ അല്പം തേങ്ങ അതിൽ വറുത്ത് അരച്ച് ചേർക്കുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ ഇറച്ചിക്കറി തേങ്ങ വറുത്തരച്ച് വയ്ക്കാൻ പഠിച്ചത്. ഞാൻ വന്ന നാൾ തൊട്ടേ അമ്മ ഇവിടെ സ്പെഷ്യൽ ഇറച്ചിക്കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചിക്കറിയിൽ ഇത്തിരി തേങ്ങ വറുത്തരച്ച് ചേർക്കും. കൂടുതലൊന്നുമില്ല, ഒരു 4 സ്പൂൺ തേങ്ങയോളം വറുത്തരച്ച് ചേർക്കും. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉള്ള തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ കുറച്ച് ഇറച്ചി കഴുകി വാരിയിട്ട് അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കണമല്ലോ. പിന്നെ തേങ്ങ ഞാൻ നേരത്തെ ഇച്ചിരി തേങ്ങ വറുത്തരച്ച് മിക്സിയിൽ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങയാണ് വറുത്തരച്ച് വെച്ചേക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചേർത്തെന്ന് അറിയാനും പാടില്ല, എന്നാൽ തേങ്ങ ചേർക്കുകയും വേണം. ആ ഒരു രീതിയിലാണ് ഇവിടെ കോഴിക്കറിക്ക് തേങ്ങ ചേർക്കാനുള്ളത്.
ഇത്തിരി കൂടി വഴണ്ടിട്ട് പൊടികൾ ചേർക്കാൻ പറ്റും. അപ്പം ശകല നേരം കൂടെ ഇരുന്നത് ഉള്ളി ഒന്ന് വഴണ്ട് സെറ്റാവണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതിനാൽ ഞാനിപ്പോൾ 1.5 സ്പൂണോളമേ ചേർക്കുന്നുള്ളൂ. പിന്നീട് എരിവ് നോക്കിയിട്ട് ചേർക്കാം. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി അതുപോലെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി മസാല പൗഡറാണ്, മസാല പൊടിച്ചത്. ഇത്രയും മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ഇത്ര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഈ പൊടിയെല്ലാം കൂടി ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് കിടന്ന് ഒന്ന് ഇതിൻ്റെ പച്ച മണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറണം. അതിന് വേണ്ടി ഇത്തിരി നേരം അടച്ച് വയ്ക്കാം. അപ്പോഴത് അവിടെ ഇരുന്ന് ഇച്ചിരി നേരം ഇരുന്ന് പച്ചമണം മാറട്ടെ. അപ്പം നമുക്ക് അടപ്പെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ അരപ്പിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തത്. ഇത് ചിക്കൻ ഇവിടെ ഇരുന്ന് അതിനകത്തെ വെള്ളമൊക്കെ ഊറി വരുന്നത് വരെ നമുക്ക് അടച്ച് വയ്ക്കാം. അത് അവിടെ ഇരുന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഊറി വരട്ടെ. അപ്പോഴത്തേക്കിന് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ചക്ക കിട്ടി, അത് ഞാൻ അരിഞ്ഞ് അങ്ങോട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് പതിയെ വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ കറി ഈ പാകമായിട്ടുണ്ട്. അത്യാവശ്യം അരപ്പും വേണം, പെരണ്ടിരുന്നാലും ഒരിതില്ല. അതുകൊണ്ട് ഒത്തിരി ചാറോടുകൂടി ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇനി അതിനകത്തോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യുക. നമ്മുടെ ചക്ക അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചക്കയിൽ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം.
പച്ചക്കറി മൂടി വയ്ക്കാം. അരപ്പിൻ്റെ പച്ച മാറുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ് കൂട്ടുകാരെ. എല്ലാവരും ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇതിൽ സ്പെഷ്യലായിട്ട് 4 സ്പൂൺ തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ടേ ഉള്ളൂ, എന്നാലും അതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. നല്ല ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.